ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കടയിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നാരങ്ങ നീരും കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം. ഞാനത് വിട്ടുപോയതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 6-7 ഏലക്കായും 2 കഷ്ണം കറുകപ്പട്ടയും 5-6 ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. ഒരു ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാകുന്നതുവരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ഒന്ന് കളർ മാറുന്നതുവരെ വറുത്ത ശേഷം തണുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് വയ്ക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ചിക്കൻ ഫ്രൈ ആയിട്ട് വരണം. നല്ലപോലെ വേകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടതാണ്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയ ശേഷം കോരി മാറ്റാം. ഇനി ആ എണ്ണയിൽ നിന്നും കുറച്ച് മറ്റൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ടയും 2 ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം 3 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നല്ലപോലെ വഴറ്റണം. കുറച്ച് സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്ന ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇത് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ പൊടിച്ച് വെച്ചിരുന്നതിന് 3/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പൊടികൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലിട്ട് ഇളക്കിയെടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. തീ കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത്. പൊറോട്ട, ചപ്പാത്തി എന്തിൻ്റെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതുപോലെ വേണമെങ്കിലും കഴിക്കാം. അതല്ല കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി. അവസാനം ഇതിലേക്ക് ഞാൻ ബാക്കി വെച്ചിരുന്ന മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ